വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണ്. അതിക്രൂരമായിട്ടുള്ള ലാത്തിചാർജും മർദ്ദനവുമാണ് ABVP സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം അവിടെ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലാത്തി ഉപയോഗിച്ച് മാരകമായ തോതിൽ പരിക്കേൽപ്പിക്കുന്നത്, ശരീരത്തിൽ തലങ്ങും വിലങ്ങും കുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നത്. ഈ കേസിൽ ഇതുവരെ വിദ്യയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ശൗര്യം വിദ്യാർത്ഥികളോടാണ് കാണിക്കുന്നത്. അതിന് പകരം പോലീസ് ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. വ്യാജരേഖ ചമച്ച് വലിയ തട്ടിപ്പ് നടത്തിയ SFI നേതാവിനെ CPM നേതാക്കളാണ് സംരക്ഷിക്കുന്നത്. അത് അന്വേഷിക്കാൻ പോലീസിന് സമയമില്ല. SFI സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായ കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. എന്നാൽ അതിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കാനാണ് പോലീസ് തയ്യാറായിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസിനെ കയറൂരി വിട്ട് പിണറായി വിജയൻ സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ തയ്യാറായാൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും പ്രതിഷേധവും ഉണ്ടാവും. ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കും. മാത്രമല്ല, പോലീസിൻ്റെ അതിക്രമത്തിനെതിരായിട്ട് അതേ നാണയത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നിരിക്കുക. വിദ്യാർത്ഥികളെ ലാത്തിചാർജ് ചെയ്യുന്നതിന് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ശരീര സെക്രട്ടറി MCK ശ്രീഹരിയെ കുത്തി പരിഗണിപ്പിക്കുന്നതാണ് വേണ്ടത്. തലക്കടിക്കുകയാണ് വിദ്യാർത്ഥികൾ. നോക്കൂ എന്ന് പറഞ്ഞ ആളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് സർക്കാരിൻ്റെ മർദ്ദനോപാധിയായി പിണറായി വിജയൻ മാറ്റുകയാണ്. എല്ലാ അഴിമതിക്കാരും, എല്ലാ വ്യാജരേഖ ചമയ്ക്കുന്നവരും, എല്ലാ തട്ടിപ്പുകാരും ഈ സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഒളിവിൽ പോയ SFI നേതാക്കളെല്ലാം CPMന്റെ സഹായത്തോടു കൂടിയാണ്, നേതാക്കന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഒളിഞ്ഞിരിക്കുന്നത്. വിദ്യയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ AKG സെന്ററിൽ ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ മതി. CPM സംസ്ഥാന നേതൃത്വമാണ് വ്യാജരേഖ കേസിൽ പ്രതിയായിട്ടുള്ള SFI നേതാവിനെ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അലി അക്ബർ നേരത്തെ തന്നെ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചതാണ്. 7 മാസം മുമ്പ് അദ്ദേഹം ഇതേപോലെ BJPയുടെ സംസ്ഥാന സമിതി അംഗം രാജിവെക്കുന്നതായിട്ട് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം രാജിവെച്ചതായിട്ട് മാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും നിരവധി ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ധാരാളം സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പാർട്ടികളിൽ നിന്നും മറ്റ് സാമൂഹ്യ സംഘടനകളിൽ നിന്നുമെല്ലാം ദിവസേന എന്നാണോ BJPയിൽ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ വ്യക്തിയും പോകുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. BJPയിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിനെ ഞങ്ങൾ ശരിയായി പരിശോധിക്കും. ഓരോ വ്യക്തിയും അവരവരുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും നല്ല പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ശ്രീ രാജസേനൻ BJPയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സമിതിയായിട്ടുള്ള സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നൽകി. എല്ലാ പാർട്ടി വേദികളിലും അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അലി അക്ബറിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ചെയ്തിട്ടുള്ളത്. അലി അക്ബറെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടാണ് നിശ്ചയിച്ചത്. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ കാലങ്ങളോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പുതുതായി വരുന്ന എല്ലാ പ്രവർത്തകർക്കും മാന്യവും അർഹവുമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വലിയ അധികാരങ്ങളൊന്നും കേരളത്തിൽ
പുതുതായി വരുന്നവർക്ക് വീതിച്ച് നൽകാനില്ല. ഞങ്ങൾക്ക് മേയർ സ്ഥാനമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനമോ അതല്ലെങ്കിൽ മറ്റ് രാജ്യസഭാ അംഗത്തിന് നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയല്ല കേരളത്തിൽ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്കനുസരിച്ച സ്ഥാനമാനങ്ങൾ നൽകാൻ പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിലവിലുള്ള സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ വന്നവർക്കെല്ലാം മതിയായ അവസരങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആരെയും അവഗണിച്ചിട്ടില്ല. BJPയുടെ സംസ്ഥാന സമിതിയിൽ ഈ രണ്ടുപേരും അംഗങ്ങളായിരുന്നു. പിന്നെ ഭീമൻ രഘുവിനെ സംബന്ധിച്ച് അദ്ദേഹം 2016 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തൊന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പാർട്ടിയോട് നല്ല രീതിയിലല്ല സംസാരിച്ചത്. പക്ഷെ ഉടനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ചതായിട്ട് കണ്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും അവഗണിക്കുന്ന പതിവ് അല്ല. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിഗണന, ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പരിഗണനയും ഞങ്ങൾ ചെയ്യുന്നു. പാർട്ടി ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതുകൊണ്ട് BJPയിലേക്ക് വരുന്ന ആളുകളെക്കുറിച്ചൊന്നും നിങ്ങളൊരു വാർത്ത പോലും കൊടുക്കുന്നില്ല. അത് ഒരു പ്രധാനമാണ്. നിത്യേന BJPയിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കും. നിരവധി പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും വാർത്തയാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ അങ്ങനെ എവിടെ വിട്ടുപോകുന്നത്? ഒന്നോ രണ്ടോ പേര് വിട്ടുപോകുന്നതിന് നിങ്ങൾ ആളുകൾ വിട്ടുപോകും. ഈ രാമസിംഹൻ അബൂബക്കറിനെ നിങ്ങൾ എത്ര ദിവസം എന്തെല്ലാം മോശമായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത്? ഇത് നിങ്ങൾ വലിയ തോതിൽ ഇത് വാർത്തയാക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ അലി അക്ബർ എന്ന് പറയുന്ന ആള് അദ്ദേഹം ചെയ്ത സിനിമയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളെല്ലാം സംബന്ധിച്ചും ഇത്രയും ദിവസം മോശമായും രൂക്ഷമായും വിമർശിച്ചിരുന്ന ആളുകൾ ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ അനുയായികളെ പോലും സംസാരിക്കും. അത് മനസ്സിലാക്കാനുള്ള 어,